AMMA നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സംഘടനയെ തകർത്ത ദിവസമാണിന്ന്. മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ AMMയെ നയിക്കാൻ ആർക്കും കഴിയില്ല. ഏറെ ഹൃദയവേദന തോന്നിയ നിമിഷമാണെന്നും ഗണേഷ് പറഞ്ഞു. സുരേഷ് ഗോപിയുടെ 50,000 രൂപ, മോഹൻലാലിന്റെ 50,000 രൂപ, മമ്മൂട്ടിയുടെ 50,000 ഈ 1.5 ലക്ഷം രൂപ അടിച്ചു വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച ദിവസമാണ്. നേരെ പോയി എല്ലാവർക്കും അതിന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ എന്ത് പറയുന്നത് വേണ്ടിയിട്ട് എനിക്ക് വ്യക്തിപരമായി വേദനയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പുഴ ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി BTH താമസിച്ചു, കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു. എല്ലാവരുടെയും മാമുക്കോയെ അടക്കം ഇവിടെ എല്ലാ ഇന്നസെൻ്റ് അടക്കമുള്ള വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് എടുത്തു. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഈ AMMയുടെ തലപ്പത്തുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ വന്ന സമയത്ത് പ്രതികരണം ചോദിച്ചപ്പോൾ എന്നിൽ ഔഷധ ഗുണമില്ല, എന്റെ പുറകെ നടക്കണ്ട എന്ന് പറയുന്ന ഗണേഷ് കുമാറിനെയാണ് കണ്ടത്. പക്ഷെ ഇന്ന് ഈ കൂട്ടരാജി സംഭവിച്ച അന്ന് ഹൃദയവേദനയോടെ ഗണേഷ് കുമാർ പ്രതികരിച്ചു, അല്ലേ? തീർച്ചയായിട്ടും റോഷ്നി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഒട്ടനവധി ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട 2 രാജികളാണ് ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിലൊന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൻ്റെയും മറ്റൊന്ന് AMMയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിൻ്റെയും. അപ്പോൾ ഈ 2 രാജികൾക്കും പിന്നാലെ സർക്കാരിന് ഒട്ടനവധി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുകേഷ് അടക്കമുള്ള താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മുകേഷ് രാജിവെക്കണമെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം AMMയിൽ നിന്നും പ്രസിഡന്റായിട്ടുള്ള മോഹൻലാൽ രാജിവെക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുലർച്ചയോട് തന്നെ മമ്മൂട്ടി അടക്കമുള്ള ആൾക്കാരോടുകൂടി അദ്ദേഹം സംസാരിക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ഈ രാജി, അതായത് ഭരണസമിതിയിലുള്ള 17 അംഗ ആൾക്കാർ രാജിവെച്ചുകൊണ്ട് ഒരു കൂട്ടരാജിയിലേക്ക് AMMA കടന്നുപോയിരിക്കുന്നു. ഈ രാജിക്ക് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഗണേഷ് കുമാർ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോടല്ല പ്രതികരിച്ചതെന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ AMMയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പോലും എന്നിൽ ഔഷധ ഗുണങ്ങളിലൊന്നുമില്ല, എന്നെ വിട്ടേക്കൂ, 23 വർഷം മാധ്യമങ്ങൾ തന്നെ വേട്ടയാടിയതാണെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്നും അദ്ദേഹത്തോട് സംസാരിക്കാൻ കടന്നുപോയപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാതെയാണ് സ്റ്റേജിലേക്ക് കടന്നുപോയത്. തിരുവനന്തപുരം മാറനല്ലൂരിൽ നടന്ന ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. AMMA തകർന്ന ദിവസമാണ് എന്നുള്ളതാണ്. അത് തന്നിൽ തീർത്തും ഒരു ഹൃദയവേദന ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം AMMA രൂപീകരിച്ച ഒരു ചരിത്രമൊക്കെ പറയുന്നുണ്ട്. 1.5 ലക്ഷത്തോളം രൂപ, അതായത് പ്രധാനപ്പെട്ട മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട മോഹൻലാൽ, അതുപോലെ തന്നെ സുരേഷ് ഗോപി, മമ്മൂട്ടി അടക്കമുള്ളവരിൽ നിന്ന് 50,000 രൂപ വാങ്ങിയാണ് ഇത്തരത്തിലൊരു സംഘടന പടുത്തുയർത്തിയത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊച്ചിയിലും അതുപോലെ തന്നെ മലബാറിൽ, കോഴിക്കോടിലും മാമുക്കയും അതുപോലെ തന്നെ ഇന്നസെൻ്റെയും ചെന്ന് കണ്ടുകൊണ്ട് അവരെ ഈ സംഘടനയിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പിള്ളയുമായി സ്വന്തം കാറിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ സംഘടനയ്ക്ക് ഒരു രൂപം നൽകിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഗണേഷ് പങ്കുവെക്കുന്നുണ്ട്. വളരെ വൈകാരികമായിട്ടാണ് AMMA തകർന്നു എന്നടക്കമുള്ള വാർത്തകൾ അദ്ദേഹം പങ്കുവെക്കുന്നു. ഈ വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹം മോഹൻലാലിനോട് സംസാരിച്ചിരുന്നു. മോഹൻലാൽ ഇത്തരത്തിൽ ഈ ഒഴിയുന്ന കാര്യം മോഹൻലാൽ ഗണേഷ് കുമാറുമായി പങ്കുവച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ താരസംഘടന ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഈ നാൾ വരെയും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഴയകാല സിനിമാ നടന്മാർ ഇവരിൽ നിന്നും ഇവർക്കൊക്കെ മരുന്നുകൾ വാങ്ങാനായിട്ട് ഈ സംഘടനയാണ് മാസം തോറും 5,000 രൂപ നൽകി വന്നിരുന്നത്. ഇതൊക്കെ നൽകാനായിട്ട് മമ്മൂട്ടിക്കോ മോഹൻലാലിനോ അല്ലാതെ മറ്റാർക്കും ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഗണേഷ് കുമാർ പങ്കുവെക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നസെൻ്റ് ഈ ഒരു സ്ഥാനത്തിരുന്നപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും അദ്ദേഹത്തിൻ്റെ ഇടതും വലതുമായി നയിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ താരസംഘടനയിലുള്ള അംഗങ്ങൾക്ക് ഇൻഷുറൻസ് അടക്കമുള്ള പ്രീമിയം അതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നിരുന്നത് ഈ സംഘടനയുമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടന തകർന്നതിൽ പല ആൾക്കാരും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവാം. അവർ സന്തോഷിച്ചോട്ടെ എന്നടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നു. പക്ഷേ റോഷ്നി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ AMMA തകർന്ന ദിവസം തന്നെ WCC വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളടക്കം പങ്കുവെക്കുന്നുണ്ട്. ഇതായിരുന്നു ഇന്ന് KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം.